പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ ദൈവം എനിക്കു തന്ന
സ്നേഹമുള്ളവരെ, നാം ചിന്തിക്കുന്ന ഒരു വിഷയം 1 രാജാക്കന്മാരുടെ പുസ്തകം അധ്യായം 17 അതിൻ്റെ 13-ാമത്തെ വാക്യമാണ്. അവിടെ നമ്മളിങ്ങനെ കാണുന്നു, ഭയപ്പെടേണ്ട, നീ ചെന്ന് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം അതിൽ നിന്നും ചെറിയ ഒരപ്പമുണ്ടാക്കി എനിക്ക് കൊണ്ടുവരണം. പിന്നെ നിനക്കും മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. ഇങ്ങനെ ഒരു ചെറിയ വാക്യം അവിടെ കാണുകയാണ്. ഭയപ്പെടേണ്ട, നീ ചെന്ന് പറഞ്ഞതുപോലെ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ നമുക്കറിയാം, ഏലിയാ പ്രവാചകനാണ്. പ്രവാചകൻ ഒളിച്ചു താമസിച്ചിരുന്ന അരുവി, അതിലെ വെള്ളം പറ്റി, കെരീത്തരുവിയുടെ വെള്ളം പറ്റി. എല്ലാ ദിനവും ഭക്ഷണം കൊണ്ടുവന്നിരുന്ന കാക്ക വരാതായി അസ്വസ്ഥപ്പെട്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, നീ സാറാഫത്തിലേക്ക് പോയി ഒരു വിധവയുടെ വീട്ടിൽ പാർക്കുക. സാറാഫത്തിലേക്ക് എലിയ നടന്നു ചെല്ലുമ്പോൾ ഒരു വിധവ വിറക് പറക്കുന്നത് കാണുകയാണ്. ഇപ്പോൾ വിറക് പറക്കുന്നത് കണ്ടപ്പോൾ പ്രവാചകന് മനസ്സിലായി, വിറക് പറക്കുന്നത് തീർച്ചയായിട്ടും എന്തെങ്കിലും പാകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ വിറകിൻ്റെ ആവശ്യമില്ല. എലിയായിക്ക് മനസ്സിലായി, ഇവൾ തന്നെയായിരിക്കും കർത്താവ് എന്നോട് പറഞ്ഞ വിധവയായ സ്ത്രീ. അവളുടെ അടുത്ത് ചെന്നിട്ട് എലിയ പ്രവാചകൻ പറഞ്ഞു, എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ തരിക. അവൾ വെള്ളമെടുക്കാനായിട്ട് അങ്ങ് പോകുന്ന സമയത്ത് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, കൂടത്തിൽ ഒരു ചെറിയ അപ്പവും വേണം. ആ സ്ത്രീ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, നോക്കിക്കേ, എൻ്റെ കയ്യിൽ 2 ചുള്ളി വിറകമ്പേ ഉള്ളൂ, ഒരു കെട്ട് വിറകൊന്നുമില്ല. ഈ 2 ചുള്ളി വിറക് കമ്പ് കത്തിച്ച് ഒരു പിടി മാവ് ഞങ്ങൾക്കായി കരുതി വെച്ചിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരപ്പമുണ്ടാക്കി ഞാനും മകനും കഴിക്കും, പിന്നെ ഞങ്ങൾ മരിക്കും. ഇതാണ് ആ സ്ത്രീയുടെ തിരിച്ചുള്ള പ്രതിവചനം. നോക്ക്, 2 ചുള്ളി വിറകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് പോയി ഒരു പിടി മാവുണ്ട് ഞങ്ങളുടെ കയ്യിൽ ആകെ അവശേഷിക്കുന്നത്. ഞാനും മകനും അപ്പമുണ്ടാക്കി കഴിക്കും, അതിനുശേഷം മരിക്കും. ഇങ്ങനെ പറഞ്ഞ് അങ്ങ് പോകുന്ന സമയത്ത് പ്രവാചകൻ പറഞ്ഞ വാക്കുകളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഭയപ്പെടേണ്ട, നീ ചെന്ന് പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം അതിൽ നിന്നും ഒരു ചെറിയ അപ്പമുണ്ടാക്കി എനിക്ക് കൊണ്ടുവരണം. പിന്നെ നിനക്കും മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. പ്രിയപ്പെട്ടവരെ, ദൈവ മകൻ ആ കുടുംബത്തിൻ്റെ തകർച്ചയിൽ അവരെ കരകയറ്റാൻ വേണ്ടിയിട്ട് ചെല്ലുകയാണ്. ദൈവം പറഞ്ഞയക്കുകയാണ്. എലിയായുടെ കാര്യത്തിൽ മാത്രമല്ല ദൈവത്തിന് ശ്രദ്ധ. ഇതുപോലെ വിഷമിക്കുന്ന എല്ലാവരുടെയും കാര്യത്തിൽ ശ്രദ്ധയുണ്ട്. ഒരാളല്ലെങ്കിൽ മറ്റൊരാളെ ദൈവം നമുക്കായി ഒരുക്കും, അവിടുന്ന് അയക്കും. നിൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ നിന്നെ സഹായിക്കാൻ വേണ്ടി ദൈവം ആരെങ്കിലുമൊക്കെ ഒരുക്കിയിട്ടുണ്ടാവും. പ്രിയപ്പെട്ടവർ, നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ചെറിയ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് പേരെ നമുക്കറിയാൻ പറ്റും. ഒരുപാട് കേൾക്കുന്ന കാര്യമാണിത്.
പക്ഷെ ദൈവത്തിൽ ശരണപ്പെടാനോ ദൈവത്തിൽ ആശ്രയിക്കാനോ സാധ്യമല്ല. ഇവിടെ ഈ സ്ത്രീയും അത് തന്നെ പറയുന്നുണ്ട്, ഞാനും മകനും മരിക്കും, പിന്നെ ഞങ്ങൾക്കിനി ഭക്ഷണമില്ല, ഞങ്ങൾ മരിക്കും. അപ്പോൾ ആ പ്രവാചകൻ ധൈര്യപ്പെടുത്തുന്നു, ഭയപ്പെടേണ്ട, പ്രവാചകന് ദൈവത്തെക്കുറിച്ച് അറിയാം, നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാൻ പറയുക, ഒരു ചെറിയ അപ്പമുണ്ടാക്കി എനിക്ക് കൊണ്ടുവരണം, പിന്നെ നീയും നിൻ്റെ മകനും ഉണ്ടാക്കി കഴിച്ചു. പ്രിയപ്പെട്ടവരെ, എന്തായാലും ആ സ്ത്രീ അതനുസരിക്കാൻ തയ്യാറായി. നമ്മൾ വചനത്തിൽ പറയുന്നുണ്ടല്ലോ, അനുസരണത്തിലൂടെ ഐശ്വര്യമായിട്ടുള്ള അനുഗ്രഹം കടന്നു വരും. അവൾ ഒരു ചെറിയ അപ്പമുണ്ടാക്കി പ്രവാചകനോട് കൊടുത്തു. ആ മനുഷ്യനത് കഴിച്ചു. പ്രിയപ്പെട്ടവരെ, ക്ഷാമം തീരുന്നതുവരെ ആ സ്ത്രീയുടെ കലത്തിലെ മാവ് അളവ് കുറഞ്ഞു പോയിട്ടില്ല എന്ന് വചനം പറയുക. ആ ചെറിയൊരു അപ്പമുണ്ടാക്കി കൊടുത്തതേ ഉള്ളൂ. അവൾക്കും പ്രവാചകനും അവളുടെ മകനും ഭക്ഷിച്ച് തൃപ്തിയാകുന്നതുവരെ മാവ് അതിലേക്ക് കടന്നു വരിക. നോക്കിക്കേ, ദൈവത്തിൻ്റെ കരം കുറുകിപ്പോകുന്നില്ല. ദൈവത്തിൻ്റെ ശക്തമായ കരം മനുഷ്യൻ്റെ ഏതാവശ്യത്തെയും നിവർത്തിക്കാൻ മതിയായതാണ്. തന്നെയുമല്ല, ഈ വചനഭാഗത്ത് വേറൊരു സത്യം കൂടി ഒളിഞ്ഞിരിപ്പുണ്ട്. പ്രവാചകൻ പറയുന്നുണ്ട്, ആദ്യമേ ഒരു ചെറിയ അപ്പമുണ്ടാക്കി നീ എനിക്ക് താ, എന്നിട്ട് നീയും മകനും ഉണ്ടാക്കി കഴിച്ചോ. എന്താണ് ഇതിൻ്റെ അർത്ഥം? പ്രിയ ദൈവ പൈതലെ, ദൈവം നിന്നോട് ആവശ്യപ്പെടുകയാണ്, നീ ഒരു വീട് പണിയുകയാണോ? എത്ര കോടികൾ മുടക്കി, എത്ര ആഡംബരമായിട്ടുള്ളൊരു വസതിയാണ് നീ പണിയുന്നത്, എത്ര വലുതാണ് നീ പണിയുന്നത്. പണിതോ കുഴപ്പമില്ല, പക്ഷേ ഒരു ചെറിയ വീടുണ്ടാക്കി മഴ നനഞ്ഞ് ടാർപോളിൻ ഷീറ്റും വലിച്ചു കെട്ടി കിടക്കുന്ന ആ മനുഷ്യന് നീ ഒരു ചെറിയ വീടുണ്ടാക്കി കൊടുക്ക്. എന്നിട്ട് നീയും മകനും ഇവിടെ വലിയ വീട് പണിത് സുരക്ഷിതനായിട്ട് കഴിഞ്ഞു. അതാ കർത്താവ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പണിത് അങ്ങനെ ചെയ്തു കൊടുത്തിട്ട് വലിയ വീട് പണിത് അതിൽ കിടന്നാൽ സമാധാനം ഉണ്ടാകും. അതുപോലെ തന്നെ അതിൽ നിനക്ക് ആയുസ്സോടെ കഴിയാൻ പറ്റും. ദൈവം നിന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. അതാണ് ഈ വചനത്തിൻ്റെ അർത്ഥം. നീ നിൻ്റെ മകളെ കെട്ടിക്കാൻ വേണ്ടി എത്രയോ കാശാണ് നീ ചിലവാക്കുന്നത്, എത്രയോ പൈസയാണ് ആർഭാടത്തിന് വേണ്ടി നീ ചിലവഴിക്കുന്നത്. വലിയ കൺവെൻഷൻ സെൻ്ററുകൾ വാടകയ്ക്കെടുത്ത് വലിയ പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്ത് എന്തുമാത്രം തീറ്റയും കുടിയുമാണ്, എന്തുമാത്രം മദ്യമാണ് വിളമ്പുന്നത്, എത്ര ലക്ഷങ്ങളാണ് അതിനു വേണ്ടി നീ ചിലവഴിക്കുന്നത്. നിൻ്റെ അടുത്ത് 2-3 ലക്ഷം രൂപയുണ്ടായിരുന്നെങ്കിൽ അത്യാവശ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കല്യാണം കഴിച്ചയപ്പിക്കാൻ വിഷമിക്കുന്ന ഒരു മകൾ കടക്കുമ്പോൾ നീ ഈ വിധത്തിലുള്ള ആർഭാടങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെ നിൻ്റെ മകൾക്ക് സ്വസ്ഥമായി അവൾ ചെല്ലുന്നിടത്ത് ജീവിക്കാൻ പറ്റും? എങ്ങനെ സമാധാനത്തിൽ കഴിയാൻ പറ്റും? പ്രവാചകനോട് പറഞ്ഞത് ഈ കാര്യമാണ് പറഞ്ഞത്. നീ ആദ്യമേ ഒരു ചെറിയ അപ്പമുണ്ടാക്കി എനിക്ക് കൊണ്ടുവരിക, നീ ഒരു കൊച്ചു പൈസ മുടക്കി അതിനെ കെട്ടിച്ചയക്ക്, അപ്പോൾ നിൻ്റെ മകൾക്ക് വലിയ സമൃദ്ധിയോടെ ആ ഭർത്തൃ വീട്ടിൽ കഴിയാനായിട്ട് പറ്റും. ഇതല്ലേ ഈ വചനത്തിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ നമ്മുടെ മനസ്സിനെ ഒന്ന് തുറക്കണം. ഈ നാളുകളിൽ പ്രിയപ്പെട്ടവരെ, രോഗികളായും കഷ്ടത അനുഭവിക്കുന്നവരുമായും ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇതൊന്നും കണ്ടില്ല എന്ന് കരുതി നമ്മുടേതായ സ്വാർത്ഥതയിൽ നമ്മുടേതായ ജീവിത രീതിയിൽ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഒരിക്കലും അത് ദൈവത്തിന് നിരക്കുന്നതാണ് ആയിരിക്കില്ല എന്നോർക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരം നന്നായിട്ട് വിനിയോഗിക്കാം. ഒരിക്കൽ ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. വലിയ സമ്പത്തൊന്നുമുള്ള മനുഷ്യനല്ല, ഒത്തിരി നല്ല സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ മനുഷ്യനെ നന്നായി സഹായിച്ചു. മനുഷ്യൻ്റെ മകളുടെ വിവാഹത്തിന് ആവശ്യമായിട്ടുള്ള ആഭരണങ്ങളും മറ്റ് സാമ്പത്തിക സഹായങ്ങളൊക്കെ കിട്ടി. കല്യാണമെല്ലാം കഴിഞ്ഞതിന് ശേഷം നല്ലൊരു തുകയും കുറേയേറെ സ്വർണവും മിച്ചം വന്നു. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ അതുമായി അന്വേഷിച്ച് നടന്ന ആ ഇടവകയിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന ഒരു മകളെ കണ്ടെത്തി അതിൻ്റെ കല്യാണ ആവശ്യങ്ങൾക്കായിട്ട് ഞാനത് കൊടുത്തു എന്ന് പറയുക. നോക്കിയേ, പങ്കുവയ്ക്കുന്ന ക്രിസ്തീയ മൂല്യങ്ങൾ. ഇതൊക്കെയാണ് നമ്മുടെ നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയൊക്കെ കാതൽ എന്ന് തിരിച്ചറിയണം. ഇതാണ് ദൈവവും വീക്ഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ
കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പോയി നിൽക്കുമ്പോൾ മറ്റൊന്നും ദൈവം ചോദിക്കുന്നില്ല. നിൻ്റെ ഉപേക്ഷ കൊണ്ട് ആർക്കെല്ലാം നീ തെറ്റ് ചെയ്തു എന്ന് മാത്രമേ അവിടുന്ന് ചോദിക്കുകയുള്ളൂ. നിൻ്റെ അടുത്തേക്ക് ഞാനാണ് വന്നതെന്ന് കർത്താവ് പറഞ്ഞത്. മറ്റുള്ളവരുടെ രൂപത്തിൽ ഈശോയാണ് വന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമ്മുടെ സഹായഹസ്തം നീളത്തെ. അങ്ങനെ നമ്മുടെ നോമ്പ് ഉപവാസമെല്ലാം ദൈവത്തിന് സ്വീകാര്യമായി തീരട്ടെ. അതുവഴി സമൃദ്ധമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കുരിശിതാ കേഴുന്നു, എനിക്കു ദാഹിക്കുന്നു. കുരിശിതാ കേഴുന്നു, എനിക്കു ദാഹിക്കുന്നു. പാവന ചരിതനാം ധന്യതാതൻ പുണ്യാത്മാവിൻ പതിത കാരുണ്യം ആത്മരക്ഷയ്ക്കായി ദാഹിക്കും യേശുവേ, ദാഹം തീർക്കുമോ? കുരിശിതാ കേഴുന്നു, എനിക്കു ദാഹിക്കുന്നു. പരിപാവനമാം പാതയിലെന്നും പൈതൃകവാത്സല്യം ഏകിയ താതൻ. പരിപാവനമാം പാതയിലെന്നും പൈതൃകവാത്സല്യം ഏകിയ താതൻ. കുരിശിൻ ദാഹം ശ്രവിച്ചെന്നുമെന്നും നന്മസാഗരമായി തീർന്നുവല്ലോ. കുരിശിൻ ദാഹം ശ്രവിച്ചെന്നുമെന്നും നന്മസാഗരമായി തീർന്നുവല്ലോ. കുരിശിതാ കേഴുന്നു, എനിക്കു ദാഹിക്കുന്നു. സഹന പന്ഥാവിൽ തളരാതെയെന്നും മാർഗദീപമായി മുന്നേറിയോനെ. സഹന പന്ഥാവിൽ തളരാതെയെന്നും മാർഗദീപമായി മുന്നേറിയോനെ. ക്രൂശിന്റെ നാദം നെഞ്ചേറ്റി വാങ്ങി യേശുവിൻ ആർദ്രമാം സ്നേഹമേകി. ക്രൂശിന്റെ നാദം നെഞ്ചേറ്റി വാങ്ങി യേശുവിൻ ആർദ്രമാം സ്നേഹമേകി. കുരിശിതാ കേഴുന്നു, എനിക്കു ദാഹിക്കുന്നു. പാവന ചരിതനാം ധന്യതാതൻ പുണ്യാത്മാവിൻ പതിത കാരുണ്യം ആത്മരക്ഷയ്ക്കായി ദാഹിക്കും
യേശുവേ നിന്ദാഹം തീർക്കുമോ? കുരിശിതാ കേഴുന്നു, എനിക്കു ദാഹിക്കുന്നു. ഏറ്റവും മാധുര്യമുള്ള പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഈ നിമിഷങ്ങൾ തിരുസന്നിധിയിലായിരുന്നുകൊണ്ട് ഞങ്ങൾ അങ്ങയെ ഒന്നു ചേർന്ന് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഏറ്റവും മാധുര്യമുള്ള ഞങ്ങളുടെ ഈശോയെ, അവിടുന്ന് ഗത്സമൻ തോട്ടത്തിൽ അനുഭവിച്ച കൈപ്പേറിയ സങ്കടത്തെ ഓർത്ത് അങ്ങയെ ആശ്വസിപ്പിക്കുന്നതിനും മനം കൊണ്ട് വിശുദ്ധ കുർബാനയുടെ മുൻപാകെ 1 മണിക്കൂർ സമയത്തേക്കെങ്കിലും ഉണർന്നിരുന്ന് ഞങ്ങളുടെ പാവപ്പെട്ട ഹൃദയം കൊണ്ട് അങ്ങയെ സ്നേഹിക്കുന്നതിനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെയും നന്ദികേടുകളെയും നീ അവിടെ കാണുകയും അങ്ങയുടെ സങ്കട ആധിക്യത്തിന് ഞങ്ങളും കാരണമായി തീരുകയും ചെയ്തതിനാൽ ഇപ്പോൾ അങ്ങയെ അല്പമെങ്കിലും ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ സമയത്ത് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന എല്ലാ ദിവ്യബലികളോടും ഒന്നിച്ച് ഞങ്ങളുടെ ആരാധനയെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു. തിരുസഭയ്ക്ക് വേണ്ടിയും തിരുസഭയിലെ ഓരോ അംഗങ്ങൾക്ക് വേണ്ടിയും നാനാവിധ ജനതകൾക്കും രാജ്യങ്ങൾക്കും വേണ്ടിയും പൂങ്കാവനത്തിൽ വെച്ച് നീ ആർക്കെല്ലാം വേണ്ടിയും എന്തുദ്ദേശങ്ങൾക്കായും രക്തം വിയർക്കുകയും ഗാഗുൽത്താ മലയിൽ മരിക്കുകയും ചെയ്തുവോ ആ ഉദ്ദേശങ്ങളോടൊന്നിച്ചും പ്രത്യേകം ഈ 1 മണിക്കൂർ നേരത്തേക്കെങ്കിലും യാതൊരു ചാവുദോഷവും ലോകത്തിൽ ചെയ്യപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയും ഈ ആരാധന കഴിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നല്ല ദൈവമേ, ഞങ്ങളുടെ ആത്മാവിൻ്റെ ശക്തിയോടുകൂടി വിശുദ്ധ കുർബാനയിൽ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ നേരെയുള്ള സ്നേഹത്തെ പ്രതി മറഞ്ഞിരിപ്പാൻ തിരുമനസ്സായ ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലുമുള്ള സക്രാരികളിൽ അങ്ങയെ ഞങ്ങൾ വാഴ്ത്തി സ്നേഹിക്കുന്നു. എന്നാൽ എല്ലാറ്റിലും അധികമായി ദേവാലയങ്ങളിൽ നിന്നെ ആശ്വസിപ്പിച്ച് ആരാധിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ ഏകാന്തതയിൽ അങ്ങയോട് സഹതപിക്കുകയും മറ്റൊന്നും ചെയ്യുവാൻ ഞങ്ങൾക്ക് വശമില്ലാത്തതിനാൽ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും എല്ലായ്പ്പോഴും നിന്നോടുകൂടി ഇരുന്നു കൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. ഞങ്ങളിപ്പോൾ അരൂപിക്കടുത്ത പ്രകാരം അങ്ങയിൽ എഴുന്നള്ളി വന്ന് ഞങ്ങളിപ്പോൾ അരൂപിക്കടുത്ത പ്രകാരം ഞങ്ങളിൽ എഴുന്നള്ളി വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ രക്ഷയായിരിക്കണമേ. ആത്മാക്കളുടെ ഏറ്റവും ഉറപ്പുള്ള സ്നേഹിത, എല്ലാ മനുഷ്യരെയും ആശീർവദിച്ച് അനുഗ്രഹിപ്പാൻ അങ്ങയോട് ഞങ്ങൾ എളിമയോടുകൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അങ്ങയെ അറിഞ്ഞ് ഇഹലോകത്തിലും പരലോകത്തിലും നിത്യമായി അങ്ങയെ സ്നേഹിപ്പാൻ അങ്ങ് ഇടവരുത്തണമേ. ഉപമയില്ലാത്ത പരസ്നേഹത്തിൻ്റെ ആധിക്യത്തിൽ വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി ഞങ്ങളുടെ പീഠങ്ങളിന്മേൽ സ്ഥിതി ചെയ്യുവാൻ
ദയയായിരിക്കുന്ന മാധുര്യവാനായ ഈശോ തമ്പുരാനെ, സ്നേഹത്തിൻ്റെ ഏക വിഷയമായ രക്ഷിതാവേ, നീ പരമകർത്താവാകുന്നുവെന്നും ആധിപത്യമുള്ള രാജാവായ ഞങ്ങളുടെ ദൈവമെന്നും വിശ്വസിച്ച് നിന്നെ എത്രയും എളിമയോടും വണക്കത്തോടും കൂടി ആരാധിക്കുന്നു. ആകാശത്തിലും ഭൂമിയിലുമുള്ള നീതിമാന്മാരുടെയും ആരാധന സ്തോത്രങ്ങളോടുകൂടി ഈ അല്പമായ ആരാധനയും ഞങ്ങൾ കാഴ്ചവെക്കുന്നു. നിത്യാരാധകയായ പരിശുദ്ധ കന്യകാമറിയമേ, ത്രിലോകനാഥയെ, വിശുദ്ധ കുർബാനയുടെ പ്രത്യേക ഭക്തരായ പുണ്യവാന്മാരെ, പുണ്യവതികളെ, കർത്താവിനാൽ സൃഷ്ടിക്കപ്പെട്ട സകല വസ്തുക്കളെ നിങ്ങളും ഞങ്ങളോടുകൂടെ ആരാധിക്കണം. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 22-ാം അധ്യായം 39 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ശ്രദ്ധാപൂർവ്വം ശ്രവിക്കാം. അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒലിവുമലയിലേക്ക് പോയി. ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു. അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയെ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിമേൽ വീണ് പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ തീവ്രവേദനയും മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ വ്യസന നിമിത്തം തളർന്ന് ഉറങ്ങുന്നത് കണ്ടു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഈശോ പൂങ്കാവനത്തിൽ പ്രവേശിച്ച് പ്രാർത്ഥിക്കുന്നതായി നമുക്ക് ഭാവനയിൽ കാണാം. മുട്ടിമേൽ നിന്നുകൊണ്ട് ആകാശത്തേക്ക് നേത്രങ്ങളെ ഉയർത്തി മഹാ എളിമയോടുകൂടി സാഷ്ടാംഗം ചെയ്ത് തൻ്റെ പരമപിതാവിനെ ആരാധിക്കുന്നു. ദൈവനീതിക്കുത്തരിപ്പിനായി സഹിപ്പാൻ പോകുന്ന പീഡകൾ ഒന്നൊന്നായി മനസ്സിലൂടെ കടന്നുപോകുന്നു. യൂദാസിൻ്റെ ചുംബനം, ചമട്ടിയടി, മുൾമുടി, കുരിശുമരണം. സ്നേഹത്തിൻ്റെ കൂദാശയിൽ ലോകാവസാനത്തോളം സഹിക്കാനുള്ള നിന്ദനങ്ങളും ദ്രോഹങ്ങളും. ഇവയെല്ലാം അനുഭവിച്ചാലും അനേകർ ഇവയുടെ ഫലമെടുക്കാതെ നശിച്ചു പോകുമെന്നുള്ളതും. തൻ്റെ തിരുമാതാവിൻ്റെ വ്യാകുലതകളും പിൽക്കാലത്തിൽ തന്നിൽ വിശ്വസിക്കുന്നവർ അനുഭവിക്കാനിരിക്കുന്ന വേദനാ ഞെരുക്കങ്ങൾ മുതലായവയെല്ലാം അവിടുന്ന് അറിയുന്നു. അലിവേറിയ അവിടുത്തെ ഹൃദയത്തെ ഇത് എത്രമാത്രം വേദനപ്പെടുത്തി എന്ന് ചിന്തിക്കുക. തൻ്റെ പീഡകളേക്കാൾ തൻ്റെ മക്കളുടെ പീഡകൾ ഓർത്ത് അവിടുന്ന് കൂടുതൽ വ്യാകുലപ്പെട്ടു. തളർന്ന് നിലം ചേർന്ന് വീഴുകയും പിതാവേ, ഈ കാസ എങ്ങനെ കുടിക്കും എന്ന് ആവലാതിപ്പെടുകയും ചെയ്യുന്നു. സങ്കടത്തിൻ്റെ ശക്തിയാൽ രക്തം വിയർക്കുന്നു. ഒരു ആശ്വാസവാക്ക് പോലും പറയുവാൻ ആരുമില്ല. നീ അപ്പോൾ അവിടെ സന്നിഹിതനായിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? അത് ഇപ്പോൾ ചെയ്യുക. അന്നത്തെ വ്യാകുല അവസ്ഥയിലാണ് ഇന്നും വിശുദ്ധ കുർബാനയിൽ അവിടുന്ന് സ്ഥിതി ചെയ്യുന്നത്. വാടിത്തളർന്ന മുഖത്തോടും രക്തം കലർന്ന കണ്ണുനീരോടും കൂടെ നിന്നെ നോക്കി. മകനെ, 1 മണിക്കൂറെങ്കിലും ഉണർന്നിരുന്ന് എന്നെ ആശ്വസിപ്പിക്കയില്ലയോ എന്ന് ചോദിക്കുന്നതായി വിചാരിക്കുക. വിശുദ്ധ കുർബാന വഴിയായി രക്ഷാനാഥൻ തൻ്റെ കഷ്ട അനുഭവങ്ങളെ ഇപ്പോൾ ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ പുത്തനാക്കുകയും നമുക്ക് വേണ്ടി പരമപിതാവിനെ ആരാധിക്കുകയും അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നുവോ, ആ ബലികളോടെല്ലാം നീയും ആഗ്രഹത്താൽ ചേർന്നുകൊണ്ട് ആകാശത്തിലും ഭൂമിയിലുമുള്ള അങ്ങേ ചരാചര സൃഷ്ടികളോടും കൂടി അങ്ങേ ആരാധിച്ച് ആശ്വസിപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. കർത്താവിനാൽ സൃഷ്ടിക്കപ്പെട്ട സകല വസ്തുക്കളെ കർത്താവിനെ സ്തുതിപ്പിൻ. ദിവ്യകാരുണ്യ സ്ഥാപനത്തിൽ ഈശോ മിശിഹ പ്രദർശിപ്പിച്ച അനന്ത സ്നേഹത്തെക്കുറിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ.
ദിവ്യകാരുണ്യത്തിൽ അവിടുന്ന് രാപകൽ എഴുന്നള്ളിയിരിക്കുന്നതിനാൽ കാണിക്കുന്ന അപരിമിതമായ സ്നേഹത്തെക്കുറിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ. ദിവ്യകാരുണ്യത്തിൽ ഈശോ മിശിഹ അനുഭവിക്കുന്ന നാനാവിധ നിന്ദാപമാനങ്ങൾക്ക് പരിഹാരമായി കർത്താവിനെ സ്തുതിക്കുവിൻ. ഈശോ മിശിഹ അളവറ്റ സ്നേഹത്തിനും കരുണയ്ക്കും യോഗ്യമായ കൃതജ്ഞത കാണിപ്പാൻ അശക്തനായ നമുക്ക് വേണ്ടി കർത്താവിനെ സ്തുതിക്കുവിൻ. അമലോത്ഭയായ മറിയത്തിൻ്റെയും പരിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെയും ആരാധന സ്തോത്രങ്ങളെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ. ഭക്തിജ്വാലകന്മാരായ പരിശുദ്ധ മാലാഖമാരെ കർത്താവിനെ സ്തുതിപ്പിൻ. ജ്ഞാനാധിക്യരെന്ന പരിശുദ്ധ മാലാഖമാരെ കർത്താവിനെ സ്തുതിക്കുവിൻ. ഭദ്രാസന്മാരായ പരിശുദ്ധ മാലാഖമാരെ കർത്താവിനെ സ്തുതിപ്പിൻ. നാദകൃത്യന്മാരായ പരിശുദ്ധ മാലാഖമാരെ കർത്താവിനെ സ്തുതിപ്പിൻ. താത്വികന്മാരായ പരിശുദ്ധ മാലാഖമാരെ കർത്താവിനെ സ്തുതിപ്പിൻ. ബലവത്തുക്കളായ പരിശുദ്ധ മാലാഖമാരെ കർത്താവിനെ സ്തുതിപ്പിൻ. പ്രാഥമികന്മാരായ പരിശുദ്ധ മാലാഖമാരെ കർത്താവിനെ സ്തുതിപ്പിൻ. അതിദൂതന്മാരായ പരിശുദ്ധ മാലാഖമാരെ കർത്താവിനെ സ്തുതിപ്പിൻ. പരിശുദ്ധ ദൈവദൂതന്മാരെ കർത്താവിനെ സ്തുതിപ്പിൻ. പരിശുദ്ധ പൂർവ്വപിതാക്കന്മാരെ കർത്താവിനെ സ്തുതിപ്പിൻ. പരിശുദ്ധ ദീർഘദർശികളെ കർത്താവിനെ സ്തുതിപ്പിൻ. പരിശുദ്ധ ശ്രീഹന്മാരെ കർത്താവിനെ സ്തുതിപ്പിൻ. പരിശുദ്ധ കുഞ്ഞിപ്പൈതങ്ങളെ കർത്താവിനെ സ്തുതിപ്പിൻ. പരിശുദ്ധ രക്തസാക്ഷികളെ കർത്താവിനെ സ്തുതിപ്പിൻ. പരിശുദ്ധ വേദപാരഗതന്മാരെ കർത്താവിനെ സ്തുതിപ്പിൻ. പരിശുദ്ധ സന്യാസികളെ കർത്താവിനെ സ്തുതിപ്പിൻ. പരിശുദ്ധ വനവാസികളെ കർത്താവിനെ സ്തുതിപ്പിൻ. പരിശുദ്ധ വന്ദകന്മാരെ കർത്താവിനെ സ്തുതിപ്പിൻ. പരിശുദ്ധ കന്യകകളെ വിധവകളെ കർത്താവിനെ സ്തുതിപ്പിൻ. ഭൂലോകവാസികളായ സകല പുണ്യാത്മാക്കളെ കർത്താവിനെ സ്തുതിപ്പിൻ. സ്ത്രീ പുരുഷന്മാരായ സകല പരിശുദ്ധരെ കർത്താവിനെ സ്തുതിപ്പിൻ. കർത്താവിൻ്റെ ഗുരുക്കളെ, ശുശ്രൂഷികളെ, സന്യാസികളെ, കന്യകകളെ കർത്താവിനെ സ്തുതിക്കുവിൻ. രാജാക്കളെ, പ്രഭുക്കളെ കർത്താവിനെ സ്തുതിപ്പിൻ. ധനികരെ, നിർധനരെ കർത്താവിനെ സ്തുതിപ്പിൻ. വൃദ്ധരെ, യുവാക്കളെ കർത്താവിനെ സ്തുതിപ്പിൻ. ബാലകരെ, ബാലികമാരെ കർത്താവിനെ സ്തുതിപ്പിൻ. പുരുഷന്മാരെ, സ്ത്രീകളെ കർത്താവിനെ സ്തുതിപ്പിൻ. സകല ജാതി ജനങ്ങളെ കർത്താവിനെ സ്തുതിപ്പിൻ. സകല ജാതി മൃഗങ്ങളെ കർത്താവിനെ സ്തുതിപ്പിൻ. സകല പറവജാതികളെ കർത്താവിനെ സ്തുതിപ്പിൻ. സകല ജാതി മത്സ്യങ്ങളെ കർത്താവിനെ സ്തുതിപ്പിൻ. ഞങ്ങൾക്കായി അങ്ങേ പുത്രനെ ലോകത്തിലേക്ക് അയച്ച പിതാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. കർത്താവിനെ സ്തുതിപ്പിൻ. അങ്ങയുടെ പങ്കപ്പാടും കുരിശുമരണ വഴിയായി ഞങ്ങളെ രക്ഷിച്ച ദൈവമായ പുത്ര, കർത്താവിനെ സ്തുതിപ്പിൻ. ഞങ്ങളുടെ രക്ഷയുടെ രഹസ്യം നിന്നാലെ തികയപ്പെട്ട ദൈവമായ റോഹാദുകുദശായേ, കർത്താവിനെ സ്തുതിപ്പിൻ. ദൈവമേ, നീ സൃഷ്ടിച്ച അധരങ്ങളിൽ നിന്നും നാവുകളിൽ നിന്നും കർത്താവിനെ സ്തുതിപ്പിൻ. നീ സൃഷ്ടിച്ച മാലാഖമാരിൽ നിന്നും അവരുടെ എണ്ണത്തിന് തക്ക വിധം കർത്താവിനെ സ്തുതിപ്പിൻ. നീ സൃഷ്ടിച്ച മനുഷ്യരിൽ നിന്നും അവരുടെ തലമുടികളുടെ എണ്ണത്തിന് തക്കവണ്ണം കർത്താവിനെ സ്തുതിപ്പിൻ. പലതരത്തിലായി നീ സൃഷ്ടിച്ച ദൃഢതയില്ലാത്ത വർഗങ്ങളിൽ നിന്ന് അവയുടെ എണ്ണപ്രകാരം കർത്താവിനെ സ്തുതിപ്പിൻ. വൃക്ഷങ്ങളിൽ നിന്നും സസ്യാദികളിൽ നിന്നും അവയുടെ ഇലകളുടെ എണ്ണത്തിൽ കർത്താവിനെ സ്തുതിപ്പിൻ. സമുദ്രത്തിലെ വെള്ളത്തിൽ നിന്നും അതിൻ്റെ തുള്ളികളുടെ എണ്ണത്തിൽ കർത്താവിനെ സ്തുതിപ്പിൻ. പകലിലും രാവിലും കർത്താവിനെ സ്തുതിപ്പിൻ. സന്ധ്യയിലും ഉഷസ്സിലും
കർത്താവിനെ സ്തുതിപ്പിൻ. എല്ലായ്പ്പോഴും കർത്താവിനെ സ്തുതിപ്പിൻ. നാഴികകളിലും വിനാഴികകളിലും കർത്താവിനെ സ്തുതിപ്പിൻ. നെടുവേർപ്പുകളിലും ശ്വാസങ്ങളിലും കർത്താവിനെ സ്തുതിപ്പിൻ. ഉണ്ടായവയും ഉണ്ടാകാനിരിക്കുന്നവയുമായ സകല സൃഷ്ടികളിലും നിന്ന് കർത്താവിനെ സ്തുതിപ്പിൻ. ഞങ്ങളുടെ മേൽ അങ്ങേ കരുണയുണ്ടാകുവാനും ഞങ്ങളുടെ കടങ്ങളെല്ലാം പൊറുക്കുവാനും ഞങ്ങളുടെ കറകളിൽ നിന്നും ഞങ്ങളെ ശുദ്ധമാക്കുവാനും പിശാചുക്കളുടെ യുദ്ധത്തിൽ നിന്നും ദുഷ്ടന്മാരുടെ വശീകരണത്തിൽ നിന്നും ശത്രുക്കളുടെ വിദ്വേഷത്തിൽ നിന്നും അശുദ്ധമായ ആഗ്രഹങ്ങളിൽ നിന്നും മോശമായ വിചാരങ്ങളിൽ നിന്നും കഷ്ടപ്പെട്ട സ്വപ്നങ്ങളിൽ നിന്നും അപകടമുള്ള വഴികളിൽ നിന്നും ശത്രുക്കളുടെ വിദ്വേഷത്തിൽ നിന്നും അശുദ്ധമായ ആഗ്രഹത്തിൽ നിന്നും മോശമായ വിചാരങ്ങളിൽ നിന്നും കഷ്ടപ്പെട്ട സ്വപ്നങ്ങളിൽ നിന്നും അപകടമുള്ള വഴികളിൽ നിന്നും വ്യർത്ഥമായ സംസാരങ്ങളിൽ നിന്നും ദോഷത്തിൻ്റെ ഉതപ്പുകളിൽ നിന്നും തന്നിച്ചാച്ചിലുകളിൽ നിന്നും നിർമര്യാദരായ പ്രത്യുത്തരത്തിൽ നിന്നും ഭോഷന്മാരുടെ സംസർഗത്തിൽ നിന്നും നിന്നിൽ നിന്നും ഞങ്ങളെ അകറ്റുകയും നിന്റെ സ്നേഹത്തിൽ നിന്നും ഞങ്ങളെ വേർതിരിക്കുകയും ചെയ്യുന്നവയൊക്കെ നിന്നും ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി സകല മാലാഖമാരെ പരിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുവിൻ. കർത്താവെ, തൻ്റെ ശുദ്ധസ്ഥലത്തിൽ അങ്ങേക്ക് സ്തുതി. തൻ്റെ ശക്തിയുടെ ആകാശത്തട്ടിൽ കർത്താവിനെ സ്തുതിക്കുവിൻ. തൻ്റെ വല്ലഭ നിമിത്തം കർത്താവിനെ സ്തുതിക്കുവിൻ. വീണകളാലും കിന്നരങ്ങളാലും കർത്താവിനെ സ്തുതിക്കുവിൻ. കാഹള ശബ്ദത്താൽ കർത്താവിനെ സ്തുതിക്കുവിൻ. തപ്പുകളാലും മദ്ദളങ്ങളാലും കർത്താവിനെ സ്തുതിക്കുവിൻ. ഇമ്പമുള്ള തന്ത്രികളാൽ കർത്താവിനെ സ്തുതിക്കുവിൻ. നാദമുള്ള കൈത്താളങ്ങളാൽ കർത്താവിനെ സ്തുതിക്കുവിൻ. സ്വരത്താലെയും ആർപ്പുപിടികളാലെയും കർത്താവിനെ സ്തുതിക്കുവിൻ. എല്ലാ ശാസനത്താലും കർത്താവിനെ നാം സ്തുതിക്കണം. സകല ജാതികളെ കർത്താവിനെ സ്തുതിപ്പിൻ. സകല ജനതകളെ അവിടുത്തെ നിങ്ങൾ വാഴ്ത്തുവിൻ. എന്തെന്നാൽ ദൈവകരുണ നമ്മുടെ മേൽ ശക്തിപ്പെട്ടു. അവൻ എന്നേക്കും ശക്തിമാനായ കർത്താവായിരിക്കുന്നു. അങ്ങേ ദയാധികത്താൽ ലോകത്തെയും അതിലെ നിവാസികളെ സൃഷ്ടിക്കുകയും മനുഷ്യർക്ക് ഉന്നതമായ നന്മ ചെയ്യുകയും ചെയ്ത ത്രിയേക സർവേശ്വര, അങ്ങേ പരിശുദ്ധമായ നാമം സകല നാവുകളാൽ കൊണ്ടാടക്കപ്പെടുന്നതിനും സകല സൃഷ്ടികളാൽ ആരാധിക്കപ്പെടുന്നതിനും പാത്രമായിരിക്കുന്നു. 1000 ദൈവദൂതന്മാരും 10,000 മാലാഖമാരും അങ്ങേ മഹിമ പ്രതാപത്തിന് സാഷ്ടാംഗ നമസ്കാരം ചെയ്യുന്നു. അരൂപസ്വരൂപികളോടും ആഗ്നേയവൃന്ദങ്ങളോടും പരിശുദ്ധ ക്രോവേശ്രാപ്പന്മാരുടെ അണിനിരകളോടും കൂടി നീചരും അടിമകളുമായി ഞങ്ങളും അങ്ങേ കർത്തൃത്വത്തെ ആരാധിച്ചുകൊണ്ട് ആകാശവും ഭൂമിയും തൻ്റെ മഹിമ പ്രതാപത്താൽ നിറഞ്ഞിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവായ ദൈവം പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ ഓശാന എന്ന് ഇടവിടാതെ ഉച്ചത്തിൽ ഉദ്ഘോഷിക്കുന്നു. ഈശോയെ, അങ്ങ് കാൽവരിയിൽ കുരിശിത്തറയ്ക്കപ്പെട്ട നിമിഷങ്ങളെ ഞങ്ങൾ ഓർക്കുകയാണ്. ഈശോയുടെ പീഡാനുഭവ യാത്ര ഗാഗുൽത്ത മലയുടെ മുകളിലെത്തി. ഈശോയെ കുരിശിത്തറയ്ക്കുവാനുള്ള ഒരുക്കങ്ങൾ അവർ ചെയ്തുകൊണ്ടിരുന്നു. കുരിശിൽ കാൽ താങ്ങുവാനുള്ള ഒരു മരക്കട്ട തറച്ചുറപ്പിച്ചു. കൈകളിൽ ആണി തറയ്ക്കുന്ന സ്ഥലത്ത് മരത്തിൽ ദ്വാരമുണ്ടാക്കി. രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന ഈശോയുടെ വസ്ത്രങ്ങൾ പട്ടാളക്കാർ വലിച്ചു പറിച്ചു. മാതാവ് നെയ്ത് സമ്മാനിച്ചിരുന്ന തുന്നിലില്ലാത്ത മേലങ്കി ഊരിയെടുക്കുന്നതിനായി മുഴുമുടി ശിരസിൽ നിന്ന് വലിച്ചൂരി. നിണമുണങ്ങിയ മുറിവുകളെല്ലാം വീണ്ടും തുറന്ന് രക്തം പ്രവഹിച്ചു. അരയിൽ ചുറ്റിക്കെട്ടിയിരുന്ന കച്ച ഒഴികെയുള്ള എല്ലാ വസ്ത്രങ്ങളും മാറ്റപ്പെട്ടവനായി നമ്മുടെ രക്ഷകനും കർത്താവുമായ ഈശോ ആ പടയാളികളുടെ മുമ്പിൽ നിൽക്കുന്നു. ചാട്ടവാറടിയിൽ ഉണ്ടായ വ്രണങ്ങളിൽ നിന്നും മുൾമുടി അടിച്ചു തറച്ചപ്പോൾ പൊട്ടിത്തകർന്ന ശിരോധമനികളിൽ നിന്നും കുരിശു വഹിച്ചുള്ള യാത്രയിലെ ഓരോ വീഴ്ചകളിൽ നിന്നും രക്തമത്രേ വാർന്നുപോയ ഈശോ വിടറിയ ആലില പോലെ വരച്ചു. ദിവ്യനാഥ, ആർക്കു വേണ്ടിയാണ് ഇത്ര വലിയ പീഡനങ്ങൾ അവിടുന്ന് ഏറ്റത്? ഞങ്ങൾക്ക് വേണ്ടിയല്ലേ? അതെ, ഞങ്ങളുടെ കുടുംബത്തിന്, ഞങ്ങളുടെ നാടിന്, ഈ ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ്. ഞങ്ങളുടെ പാപങ്ങൾ
അവിടുത്തെ വീണ്ടും വീണ്ടും പീഡിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? ഞങ്ങളുടെ സ്വാർത്ഥത വെടിഞ്ഞ് മറ്റുള്ളവരെ ഞങ്ങളെപ്പോലെ തന്നെ കണ്ട് അവരെ സഹായിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് തരണമേ. പടിയാളികൾ ഈശോയെ കുരിശിൽ കിടത്തി. അവിടുത്തെ വലത് കൈപ്പത്തിയിൽ കാരിരുമ്പാണി ചുറ്റുക കൊണ്ട് ആഴത്തിൽ അടിച്ചു കയറ്റി. ക്രൂശിക്കലിൻ്റെ ആദ്യ ആണിപ്രഹരമേറ്റ ഈശോ വേദന കൊണ്ട് പുളഞ്ഞു. ഘാതകരുടെ കൈകളിലേക്ക് അവിടുത്തെ രക്തം ചീറ്റിത്തെറിച്ചു. ഇടത് കരത്തിന് വേണ്ടിയുള്ള സുഷിരം വരെ ഈശോയുടെ കരം നീടുകയില്ലാത്തതിനാൽ ഇടത് കരത്തിൽ കയർ കെട്ടി വലിച്ചു പിടിച്ചു. അപ്പോൾ അവിടുന്ന് സഹിച്ച വേദനയും സഹനവും ചിത്രീകരിക്കാൻ ആർക്ക് സാധിക്കും? അവിടുത്തെ മാറിടം ഉയർന്ന് കാലുകൾ ചുരുങ്ങി. ഇടത് കൈ പത്തിയിലേക്ക് രണ്ടാമത്തെ ആണി അടിച്ചു കയറ്റി. രക്തം പൊട്ടിച്ചിതറിയൊഴുകി. ഇതെല്ലാം കണ്ടു നിന്ന പരിശുദ്ധ കന്യകാമറിയം വേദനിച്ച് ഹൃദയം തകർന്ന് പാര്യവശത്തോടെ നിന്നു. അല്പം ദൂരെയായി നിന്നിരുന്ന ഭക്തസ്ത്രീകളുടെ അടുത്തേക്ക് യോഹന്നാൻ മാതാവിനെ കൊണ്ടുപോയി. ഈശോയുടെ കൈകൾ വലിച്ചു നീട്ടിയതുപോലെ തന്നെ നിർദ്ദയം അവിടുത്തെ ശരീരം കുരിശിൻ്റെ മുകളിലേക്ക് വലിച്ചു. കാൽമുട്ടുകൾ അല്പം ഉയർന്നു നിന്നിരുന്നതിനാൽ അത് നിവർത്തി കയർ കൊണ്ട് നന്നായി ബന്ധിച്ചു. പാദം തറയ്ക്കുന്നതിനായി കരുതിയ തടിക്കഷ്ണത്തിൽ കാലുകൾ എത്തുകയില്ലെന്ന് മനസ്സിലാക്കിയ പടയാളികൾ രോഷാകുലരായി. അവിടുത്തെ വലതുകാലിൽ ഒരു കയർ കെട്ടി ആ തടിക്കഷ്ണത്തിൽ എത്തും വരെ ശക്തിയായി വലിച്ച് കുരിശിനോട് ചേർത്ത് കയറുകൊണ്ട് നന്നായി ബന്ധിച്ചു. പടയാളികൾ ഇപ്രകാരം പ്രവർത്തിച്ചപ്പോൾ ഈശോ അനുഭവിച്ച വേദന ഭൂമിയിലുണ്ടായിരുന്ന എല്ലാ വേദനകളും ഒരുമിച്ച് അനുഭവിക്കുന്ന നിമിഷങ്ങളായി കണ്ടു നിന്നവർക്ക് അനുഭവപ്പെട്ടു. വേദനയുടെ പാരമ്യത്തിൽ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്ന് അവിടുന്ന് പിതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. പാദങ്ങൾ ചേർത്ത് വെച്ച് നീളമുള്ള ഇരുമ്പാണി ഇരു പാദങ്ങളിലൂടെയും അടിച്ചു കയറ്റി. അവിടുത്തെ ശരീരം വലിച്ചു നീട്ടിയിരിക്കുന്നു. ഓ വേദനയുടെ കാൽവരി! ഈ സമയം മുഴുവൻ ഈശോ സങ്കീർത്തന ഭാഗങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുരിശ് വഹിച്ചുകൊണ്ടുള്ള യാത്രയിലും അവിടെ നിശബ്ദമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ ജീവിതത്തിലുടനീളമുള്ള വേദനകളുടെ സമയത്തും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള മനോഭാവം തരണമേ. ഈശോയെ കുരിശിൽ തറച്ച പടയാളികൾ കുരിശിനെ നെടിയ ദണ്ഡിൽ കയർ കെട്ടി. അല്പം ദൂരെ തറയിൽ ഉറപ്പിച്ചിരുന്ന നീളമുള്ള ഒറ്റത്തടിയിൽ കയറിൻ്റെ അഗ്രം ചുറ്റി കുരിശ് വലിച്ചുയർത്തി. കുരിശിൻ്റെ ശീർഷഭാഗം വിഹായസിൽ ഉയർന്ന് അന്തരീക്ഷത്തിൽ ഒരു നിമിഷം ആടിയുലഞ്ഞ് വലിയ ശബ്ദത്തോടുകൂടി പാറ തുരന്നുണ്ടാക്കിയ കുടിയിലേക്ക് നിലപ്പതിച്ചപ്പോൾ അട്ടഹാസവും ആർപ്പുവിളികളും അവഹേളനങ്ങളും അന്തരീക്ഷത്തിൽ മാറ്റുതി കൊണ്ടു. അവൻ്റെ മുറിവുകൾ വീണ്ടും തുറക്കപ്പെട്ടു. രക്തം പ്രവഹിച്ചു. വേദന കടിച്ചമർത്തി ഈശോ മനുഷ്യരക്ഷയ്ക്കായി സഹിച്ചു. തടിയെ തീർത്ത 5 കുറ്റികൾ അടിച്ചിറക്കി കുരിശ് ഉറപ്പിച്ചു. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാഗ്ദാനം ചെയ്യപ്പെട്ടവരെ അനുഗ്രഹിക്കപ്പെട്ട കുരിശ് ഭൂമി സ്ഥാപിതമായി. പറുദീസായിലെ ജീവന്റെ വൃക്ഷം, പാപത്തിൻ്റെ ശാപത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുന്ന കുരിശ് നാട്ടി ഉറപ്പിച്ച സ്ഥലം ഗിരിശൃംഗത്തിൽ 2 അടിയോളം ഉയരത്തിലായിരുന്നു. രക്ഷയുടെ പാദപീഠം. നാഥൻ്റെ തൃപ്പാദത്തെ സ്പർശിക്കുന്നതിനും ചുംബിക്കുന്നതിനും ആ പാദപീഠത്തിൽ നിന്ന് കഴിയാം. അവഹേളനത്തിൻ്റെ ചിഹ്നമായിരുന്ന കുരിശിനെ രക്ഷയുടെ അടയാളമാക്കി ഉയർത്തിയ മിശിഹായെ, പീഡാനുഭവങ്ങളെ ഓർത്ത് ധ്യാനിക്കുന്ന ഞങ്ങൾ ആ കുരിശിൽ അഭിമാനം കൊള്ളുവാനും ലോകം മുഴുവൻ അതിരക്ഷ കണ്ടെത്തുവാനും ഇടവരുത്തണമേ. ഈശോയുടെ വിശുദ്ധ കുരിശേ, അങ്ങ് ഞങ്ങൾക്ക് സത്യപ്രകാശമായിരിക്കണമേ. ഈശോയുടെ വിശുദ്ധ കുരിശേ, ഞങ്ങളുടെ ആത്മാവിനെ സച്ചിന്തകളാൽ നിറയ്ക്കണമേ.
ഈശോയുടെ വിശുദ്ധ കുരിശേ, ഞങ്ങളുടെ ആശ്രയമായിരിക്കണമേ. ഓ വിശുദ്ധ കുരിശേ, ഞങ്ങളുടെ രക്ഷയെ ഞങ്ങളെ സഹായിക്കണമേ. ഓ വിശുദ്ധ കുരിശേ, എല്ലാ അശുദ്ധ ചിന്തകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഓ വിശുദ്ധ കുരിശേ, അകാരണമായ ഭയത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഓ വിശുദ്ധ കുരിശേ, പരീക്ഷണങ്ങൾ എളിമയോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഓ വിശുദ്ധ കുരിശേ, ഞങ്ങളുടെ കുരിശുകൾ സന്തോഷത്തോടെ വഹിക്കുന്നതിനുള്ള ശക്തി തരണമേ. ഓ വിശുദ്ധ കുരിശേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഇടതുവശത്തും വലതുവശത്തും ഓരോ കള്ളന്മാരെ കുരിശിത്തറച്ചു. ഈശോയുടെ വസ്ത്രങ്ങൾ പടിയാളികൾ 4 ഭാഗിച്ച് ഓരോരുത്തർ ഓരോ ഭാഗമെടുത്തു. തയ്യൽ കൂടാതെ പരിശുദ്ധ അമ്മ നെയ്തെടുത്ത മേലങ്കി ചിട്ടിയിട്ട് തീരുമാനിക്കാൻ അവർ മാറ്റിവെച്ചു. ഈശോ പറഞ്ഞു, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. അവൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ അവർ കുറിയിട്ടു. ജനം നോക്കി നിന്നു. പ്രമാണികളാകട്ടെ അവനെ പരിഹസിച്ച് പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു. ഇവൻ ദൈവത്തിൻ്റെ മിശിഹായാണെങ്കിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ രക്ഷിക്കട്ടെ. പടിയാളികൾ അടുത്തു വന്ന് വിനാഗിരി കൊടുത്ത് അവനെ പരിഹസിച്ച് പറഞ്ഞു, നീ യഹൂദന്മാരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. ഇവൻ യഹൂദരുടെ രാജാവ് എന്ന ഒരു ലിഖിതം അവൻ്റെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്നു. കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു, നീ മിശിഹായല്ലേ, നിന്നെ ഞങ്ങളെ രക്ഷിക്കുക. അവനെ ശകാരിച്ചു പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നീയും അതേ ശിക്ഷാവിധി തന്നെയാണല്ലോ. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ തുടർന്നു, ഈശോയെ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. ഈശോ അവനോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും. ഓ ദിവ്യനാഥ, സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ നടന്ന് ഞങ്ങൾക്കായി വീണ്ടെടുത്ത പർദീസായുടെ പരിശുദ്ധിയിൽ അങ്ങയോടൊപ്പമായിരിക്കുവാൻ ഞങ്ങളെയും അനുവദിക്കണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ തിരുസന്നിധിയിലായിരുന്നു കൊണ്ട് അങ്ങയുടെ കൃപാകടാക്ഷം അനുഭവിക്കുവാനായി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. 1 മണിക്കൂർ നേരമെങ്കിലും നിനക്ക് എന്നോടുകൂടി ഉണർന്നിരിക്കുവാൻ സാധിക്കുകയില്ലേ എന്ന അങ്ങയുടെ ഹൃദയവികാരപരമായ ആ വചനത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈശോയെ ഈ 1 മണിക്കൂർ സമയം അങ്ങയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് അങ്ങയെ ആശ്വസിപ്പിക്കാനും അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാനും അങ്ങയെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനും വലിയ കൃപ നൽകി അങ്ങ് അനുഗ്രഹിച്ചു. ഈശോയെ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും തിരുസന്നിധിയിലേക്ക് അർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അങ്ങ് ചൊരിഞ്ഞ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങയുടെ ആശീർവാദത്തിനായി ഞങ്ങളിതാ ഒരുങ്ങുകയാണ്. കർത്താവെ കരുണയായിരിക്കണമേ, ഈശോയെ കരുണയായിരിക്കണമേ, റൂഹായെ കരുണയായിരിക്കണമേ. some